പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര STR അറ്റ് ഗോസ്പൽ സുവിശേഷം ഇന്ന് ഒരു ധ്യാന വായന എന്ന പരമ്പരയിലേക്ക് വീണ്ടും ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മത്തായിയുടെ സുവിശേഷം അധ്യായം 13:45 വ്യാപാരിയെക്കുറിച്ച് യേശു പറയുന്ന ചെറിയ വാചകമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. നല്ല രത്നങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യാപാരി. എങ്ങനെയാണ് നല്ല രത്നങ്ങൾ അന്വേഷിക്കുക എന്നത് യഥാർത്ഥ ജീവിതത്തിൽ സാധ്യമാകുന്നത്? കാരണം നല്ലതിനെ അന്വേഷിക്കുക എന്നത് ഒരു ദിവസം ചെയ്യാവുന്ന ഒരു ആത്മീയ എക്സസൈസ് അല്ല, വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു ആത്മീയ തീരുമാനവും അല്ല. അത് ജീവിതത്തിൻ്റെ രീതിയാകണം. യേശു പറഞ്ഞ ആ വ്യാപാരി ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നല്ല രത്നങ്ങൾ നോക്കുന്നവനല്ല. അവൻ്റെ തൊഴിൽ തന്നെ നല്ല രത്നങ്ങളെ അന്വേഷിക്കുക എന്നതാണ്. അതിനായി അവൻ്റെ കണ്ണുകൾ പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. അവൻ കാണുന്നു, പരിശോധിക്കുന്നു, താരതമ്യം ചെയ്യുന്നു, മൂല്യം തിരിച്ചറിയുന്നു, പിന്നെ തിരഞ്ഞെടുക്കുന്നു. അതായത് അവൻ്റെ അന്വേഷണം ഒരു പ്രത്യേക സമയത്തേക്ക് പരിമിതപ്പെട്ടിട്ടില്ല. അതവൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തന രീതിയാണ്. ഇവിടെ നല്ലതിനെ അന്വേഷിക്കുക എന്നത് ഒരു ആക്ടിവിറ്റി അല്ല, ഒരു ഓറിയന്റേഷനാണ്. ജീവിതത്തിലെ എല്ലാ സമയത്തും പ്രവർത്തിക്കുന്ന ഒരു അകത്തെ ദിശ. അപ്പോൾ ഒരു ചോദ്യം ഉയരാം: എപ്പോഴും അന്വേഷിക്കുക എന്നത് 24 മണിക്കൂറും ആത്മീയ കാര്യങ്ങളിൽ മാത്രം മുഴുകിക്കഴിയണം എന്നാണോ? തീർച്ചയായും അല്ല. നല്ല രത്നങ്ങൾ അന്വേഷിക്കുന്ന ജീവിതം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും ആത്മീയ കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം എന്നല്ല. ജോലി, പഠനം, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, യാത്ര, വിശ്രമം, സംസാരം, ചിരി, വിനോദം, വ്യാപാരം തുടങ്ങിയ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഈ എല്ലാ കാര്യങ്ങളിലും നാം എന്താണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിൽ ഒരു ജാഗ്രത ഉണ്ടാകണം. അതുകൊണ്ട് 24/7 എന്നത് 24 മണിക്കൂറും ഒരു മതപരമായ പ്രവർത്തനം ചെയ്യുക എന്നല്ല. 24 മണിക്കൂറും നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ ഒരു മൂല്യബോധം പ്രവർത്തിക്കുക എന്നതാണ്. പലപ്പോഴും ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ നാം വലിയ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. വലിയ തീരുമാനങ്ങൾ, വലിയ ത്യാഗങ്ങൾ, വലിയ പ്രാർത്ഥനകൾ, വലിയ സേവനങ്ങൾ. പക്ഷേ ജീവിതത്തിൻ്റെ യഥാർത്ഥ നിലവാരം പലപ്പോഴും നിർണയിക്കുന്നത് വളരെ ചെറിയ തിരഞ്ഞെടുപ്പുകളിലാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ എന്താണ് ആദ്യം ചെയ്യുന്നത്? ആരെങ്കിലും എന്നെ വിമർശിച്ചാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു? എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് ഞാൻ എങ്ങനെ സംസാരിക്കുന്നു? ആരും കാണാത്തപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? എനിക്ക് തെറ്റ് പറ്റിയപ്പോൾ ഞാൻ അത് സമ്മതിക്കുന്നുണ്ടോ? എനിക്ക് അധികാരം കിട്ടുമ്പോൾ ഞാൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു? എനിക്ക് സമയം കിട്ടാത്തപ്പോൾ ഞാൻ എന്താണ് ഉപേക്ഷിക്കുന്നത്? ഇവിടെയൊക്കെയാണ് നല്ല രത്നങ്ങളുടെ അന്വേഷണം നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നല്ല രത്നങ്ങളുടെ അന്വേഷണം ആദ്യം പുറത്തുള്ള ലോകത്തിൽ തുടങ്ങുന്നതല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ട് ആദ്യം നോക്കേണ്ടത് നമ്മുടെ ചിന്തകളിലേക്കാണ്. മനസ്സിലേക്ക് എന്ത് ചിന്ത വന്നാലും അതിനെ സ്വീകരിക്കേണ്ടതില്ല. ഒരു ചിന്ത വന്നതുകൊണ്ട് അത് സത്യമാകുന്നുമില്ല. ഒരു സംശയം വന്നതുകൊണ്ട് അത് യാഥാർത്ഥ്യവുമാകുന്നില്ല. ഒരു കോപം വന്നതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതില്ല. ഒരു ഭയം വന്നതുകൊണ്ട് അത് ശരിയായ തീരുമാനമാകണമെന്നില്ല. അതുകൊണ്ട് ഒരു ലളിതമായ ശീലം: ഈ ചിന്ത നല്ലതാണോ? അത് എന്നെ കൂടുതൽ സത്യസന്ധനാക്കുന്നുണ്ടോ? കൂടുതൽ സ്വതന്ത്രനാക്കുന്നുണ്ടോ? കൂടുതൽ സ്നേഹമുള്ളവനാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്നെ അസൂയയിലേക്കോ പ്രതികാരത്തിലേക്കോ ഭയത്തിലേക്കോ കൊണ്ടുപോകുന്നുണ്ടോ? ഇതാണ് നല്ല രത്നങ്ങൾ അന്വേഷിക്കുന്ന ജീവിതത്തിൻ്റെ ആദ്യ പരിശീലനം. പക്ഷേ നല്ലത് തിരഞ്ഞെടുക്കുന്നത് ചിന്തകളിൽ മാത്രം അവസാനിക്കുന്നില്ല. നമ്മുടെ വാക്കുകളിലും അത് പ്രത്യക്ഷപ്പെടണം. സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് എല്ലാം പറയേണ്ടതില്ല. സത്യം പറയണം, പക്ഷെ സത്യം എങ്ങനെ പറയണം എന്നതും പ്രധാനമാണ്. ഒരു വാക്ക് ശരിയായിരിക്കാം,
പക്ഷെ അത് മറ്റൊരാളെ തകർക്കാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് 3 ചെറിയ ചോദ്യങ്ങൾ. 1, ഇത് സത്യമാണോ? 2, ഇത് ആവശ്യമായതാണോ? 3, ഇത് പറയുന്ന രീതി നല്ലതാണോ? ഈ 3 ചോദ്യങ്ങൾ നമ്മുടെ സംഭാഷണത്തിൻ്റെ ഗുണനിലവാരം മാറ്റും. കാരണം നല്ല രത്നങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യൻ നല്ല കാര്യങ്ങൾ മാത്രം പറയുന്നവനല്ല, നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കുന്നവനാണ്. വാക്കുകൾ നമ്മുടെ ഉള്ളിലെ ലോകത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ആ വാക്കുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നമ്മുടെ ബന്ധങ്ങളിലാണ്. നമ്മുടെ ബന്ധങ്ങളിലും നല്ല രത്നങ്ങൾ അന്വേഷിക്കാം. ഒരു ബന്ധം എനിക്ക് എന്ത് നൽകുന്നു എന്നതിലുപരി ഈ ബന്ധത്തിൽ ഞാൻ എങ്ങനെയുള്ള മനുഷ്യനായി മാറുന്നു എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ചില ബന്ധങ്ങൾ നമ്മെ കൂടുതൽ സത്യസന്ധരാക്കും, ചിലത് കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കും, ചിലത് നമ്മുടെ നല്ല വശങ്ങളെ പുറത്തു കൊണ്ടുവരും. മറ്റു ചില ബന്ധങ്ങൾ നിരന്തരം അസൂയയും കോപവും സ്വാർത്ഥതയും വളർത്തും. അതുകൊണ്ട് ബന്ധങ്ങളെ വെറും ആരാണ് എനിക്കിഷ്ടം എന്നതിലൂടെ മാത്രം നോക്കരുത്. പകരം ചോദിക്കണം, ഈ ബന്ധത്തിൽ നല്ലത് വളരുന്നുണ്ടോ? അത് വളരെ ശക്തമായ ആത്മപരിശോധനയാണ്. ബന്ധങ്ങളിൽ നാം എങ്ങനെയുള്ള മനുഷ്യനായി മാറുന്നു എന്നത് പ്രധാനമാണെങ്കിൽ ആ ബന്ധങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി നാം എന്താണ് നിക്ഷേപിക്കുന്നതും അതും പ്രധാനമാണ്. നമ്മൾ നല്ല രത്നങ്ങൾ അന്വേഷിക്കുമ്പോൾ അവയിൽ ഏറ്റവും വിലപ്പെട്ട ഒരു രത്നം നമ്മുടെ സമയം തന്നെയാണ്. നമ്മുടെ സമയം എവിടേക്ക് പോകുന്നു എന്നത് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് പലപ്പോഴും വെളിപ്പെടുത്തും. നാം പറയാറുണ്ട്, എനിക്ക് ഇതൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷെ നമ്മുടെ സമയം മറ്റൊന്നാണ് തെളിയിക്കുന്നത്. സമയം ഒരു നിഷ്പക്ഷ വിഭവമല്ല. നാം സമയമിടുന്ന കാര്യങ്ങൾ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നേടുന്നു. അതുകൊണ്ട് ദിവസാവസാനം ഒരു ചെറിയ ചോദ്യം, ഇന്ന് എൻ്റെ ഏറ്റവും നല്ല സമയം ഞാൻ എന്തിനാണ് കൊടുത്തത്? അതൊരു വലിയ ആത്മീയ പരിശോധനയാണ്. കാരണം നല്ല രത്നങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യൻ തൻ്റെ സമയം അനിയന്ത്രിതമായി ചിതറാൻ അനുവദിക്കുന്നില്ല. ജീവിതം മുഴുവൻ തിരഞ്ഞെടുപ്പുകളാണ്. ചിലത് വലിയവ, പലതും വളരെ ചെറിയത്. ഇപ്പോൾ ഇത് വേണോ, അത് പറയണോ, ഇതിന് മറുപടി കൊടുക്കണോ, ഇത് വാങ്ങണോ, അവിടെ പോകണോ, ഇത്രയും സമയം ഇതിൽ ചെലവഴിക്കണോ, ഈ ശീലം തുടരണമോ? ഓരോ ചെറിയ തീരുമാനത്തിനു മുമ്പ് ഒരു ചെറിയ പോസ്. ഇവയിൽ നല്ലത് ഏതാണ്? ഈ ചെറിയ ഇടവേളയാണ് പലപ്പോഴും വിവേചനത്തിൻ്റെ തുടക്കം. പ്രതികരിക്കുന്നതിന് മുമ്പുള്ള ആ ചെറിയ നിമിഷം, അവിടെയാണ് തെരഞ്ഞെടുപ്പ് ജനിക്കുന്നത്. പക്ഷെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരേ രീതിയിൽ ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ നയിക്കുന്നത് ഒരു ലളിതമായ കാര്യമാണ്. എന്താണ് നമുക്ക് ഇഷ്ടം? നമുക്കിഷ്ടമുള്ളതെല്ലാം നല്ലതായിരിക്കണമെന്നില്ല. നമുക്കിഷ്ടമില്ലാത്തതെല്ലാം മോശവുമല്ല. ഒരു കുട്ടിക്ക് പഠനത്തേക്കാൾ മൊബൈൽ ഇഷ്ടമായേക്കാം. ഒരു മുതിർന്ന ആൾക്ക് ഉത്തരവാദിത്തേക്കാൾ സൗകര്യം ഇഷ്ടമായിരിക്കാം. ഒരു വ്യക്തിക്ക് സത്യം കേൾക്കുന്നതിനേക്കാൾ പ്രശംസ ഇഷ്ടമായിരിക്കാം. അതുകൊണ്ട് നല്ലതിനെ അന്വേഷിക്കുക എന്നത് എനിക്ക് എന്താണ് ഇഷ്ടം എന്ന ചോദ്യം മാത്രം ചോദിക്കുന്ന ജീവിതമല്ല. പകരം എനിക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് യഥാർത്ഥത്തിൽ വളർത്തേണ്ടത് ഏതാണ് എന്ന് ചോദിക്കുന്ന ജീവിതമായിരിക്കണം. അപ്പോൾ നല്ലതും ഇഷ്ടമുള്ളതും തമ്മിലുള്ള ഈ വ്യത്യാസം ജീവിതത്തിൽ എങ്ങനെ തിരിച്ചറിയാം? ഇത് വളരെ ലളിതമായി ഒരു ദിവസത്തിനുള്ളിൽ കടന്നു നോക്കാം. രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു നല്ല ചിന്ത, ഒരു നല്ല വാക്ക്, ജോലി ചെയ്യുമ്പോൾ ഒരു നല്ല പ്രതികരണം. ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഉടൻ വിധിക്കുന്നതിന് പകരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒഴിവ് സമയത്ത് ഫോൺ കയ്യിലെടുക്കുമ്പോൾ എന്താണ് കാണേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുക. ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന പ്രതികരണത്തിന് പകരം കുറച്ച് നിശബ്ദത തിരഞ്ഞെടുക്കുക. രാത്രിയിൽ ദിവസം അവസാനിക്കുമ്പോൾ 1 മിനിറ്റ് ചോദിക്കുക, ഇന്ന് ഞാൻ എന്തൊക്കെ നല്ലത് തിരഞ്ഞെടുത്തു? ഇവിടെ വലിയ ആത്മീയ പ്രകടനങ്ങളൊന്നും തന്നെയില്ല. പക്ഷെ ദിവസം മുഴുവൻ ചെറിയ തിരഞ്ഞെടുപ്പുകൾ. എന്നാൽ ഒരു ദിവസം ഇങ്ങനെ ജീവിച്ചതുകൊണ്ട്
വലിയ മാറ്റമുണ്ടാകണമെന്നില്ല. പക്ഷെ ഒരു മനുഷ്യൻ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഈ ചോദ്യം വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നു: ഇതിൽ നല്ലത് ഏതാണ്? അപ്പോൾ അന്വേഷണം ഒരു പ്രത്യേക സമയത്തുള്ള പ്രവൃത്തിയല്ലാതാകും. അത് ജീവിതത്തിൻ്റെ രീതിയാകും. രാവിലെ മുതൽ രാത്രി വരെ, ജോലിയിൽ, കുടുംബത്തിൽ, ബന്ധങ്ങളിൽ, ചിന്തകളിൽ, വാക്കുകളിൽ, തിരഞ്ഞെടുപ്പുകളിൽ, എന്തിനു വിശ്രമത്തിൽ പോലും യേശുവിൻ്റെ വ്യാപാരി അവൻ നല്ല രത്നങ്ങൾ അന്വേഷിച്ചിരുന്നുവെന്ന് മാത്രമല്ല, നല്ലതിനെ തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് അവൻ ജീവിച്ചിരുന്നത്. അതിനാൽ നല്ല രത്നങ്ങൾ അന്വേഷിക്കുക എന്നത് ഒരു പ്രത്യേക ആത്മീയ ആക്ടിവിറ്റി അല്ല, ജീവിതത്തെ നയിക്കുന്ന ഓറിയന്റേഷനാണ്. സ്നേഹമുള്ളവരെ, അതിനാൽ ഇന്നു മുതൽ ഒരു ചെറിയ എക്സസൈസ് പരീക്ഷിക്കാം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് 5 ചോദ്യങ്ങൾ മാത്രം. ഇന്ന് ഞാൻ നല്ലതായി ചിന്തിച്ചത് എന്ത്? നല്ലതായി പറഞ്ഞത് എന്ത്? നല്ലതായി ചെയ്തത് എന്ത്? നല്ലതായി ഒഴിവാക്കിയത് എന്ത്? നല്ലതിനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടിയ നിമിഷം ഏത്? ഈ 5ാമത്തെ ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം അവിടെയാണ് നമ്മുടെ യഥാർത്ഥ പരിശീലനം വേണ്ടത്. ഈ എക്സസൈസ് കുറ്റബോധത്തിനുള്ളതല്ല, സ്വന്തം ജീവിതത്തിൻ്റെ ഗുണനിലവാരം കാണുന്നതിനുള്ള ഒരു കണ്ണാടിയാണ്. മത്തായിയുടെ സുവിശേഷം അധ്യായം 13:45 വ്യാപാരി നമ്മെ ഒരു പ്രധാന ജീവിത രീതി കാണിക്കുന്നു. എന്താണത്? നല്ല രത്നങ്ങളെ അന്വേഷിക്കുക എന്നത് ഒരു പ്രത്യേക ദിവസത്തെ ആത്മീയ പരിപാടിയല്ല, അത് ഒരു ജീവിത ശൈലിയാണ്. നന്ദി.